എന്താ മോന്റെ പേര്? എന്നാ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നാടാ? ഏത് കോലത്തും കാണുമല്ലോ ഒരു മന്ദബുദ്ധി. അതേടാ ഇവൻ അവിടുത്തെ മഞ്ജുമായിരുന്ന. മഞ്ജു, നീ പൊട്ടലെ അടുക്കളക്കകത്ത് കൂട്ടിക്കൊണ്ടു എന്തെങ്കിലും തിന്നാൻ കൊടുക്കും. അതെ, നീ പൊട്ടനാണെന്ന് കരുതിട്ട് മിണ്ടാതെന്നും ഇരിക്കണ്ട. നിനക്ക് എന്ത് വേണം എന്നോട് വാതുറന്ന് പറയാം. പോണത് കണ്ടില്ലേ, എന്തൊരൈക്യം. ചേരേണ്ടതേ ചേരൂ. നീ മൂക്ക് മുട്ട തിന്നിട്ട് പൂമുഖത്തേക്ക് വരണം. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ, ഇനി മുതൽ എന്നെ അനുസരിച്ച് ഇവിടെ നിന്നോളണം. അതാണ് അടുക്കള. മോൻ ചെല്ലു, വേഷായിട്ട് വെട്ടി വിഴുങ്ങ്. ഈശ്വര, എന്നെ അനുസരിക്കാൻ ഒരു പട്ടികളും ഈ വീട്ടിലില്ല. ഈ പൊട്ടനെങ്കിലും എന്നെ അനുസരിക്കണമേ. എന്തോ ആലോചിച്ചോണ്ട് നിക്കുവാ. അതെ, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു എന്ന് വിചാരിച്ചേ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ല. അയ്യടാ, വന്നിരിക്കുന്നു. എന്താ പേര്? അവൻ പൊട്ടനാ. അയ്യേ, പൊട്ടനാ? എന്തത് ആനൂട്ടോ? ലക്ഷ്മി ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എത്തിയോ? അങ്ങോട്ട് ഇരുന്നേ. ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? ഭക്ഷണത്തിന്റെ ഉള്ളിലേ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിനാരടിയിരിക്കുക? ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ദേ, 2 ദിവസമായിട്ടേ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആദിത്യ, ഇത് വെറും കോഴിമുട്ടകളല്ല, അനുരാഗ മുട്ടകളാണ്. ദൈവത്താണ് ഈ മുട്ടയൊന്നും ആന്റണി ഇട്ടതല്ലെന്നറിയാം. ആദിത്യ, 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ? കൊടുക്കണം കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടയിൽ കൂടോത്രമെന്ന് കേട്ടിട്ടുണ്ട്. മുട്ടയിൽ പ്രേമം ആദ്യമായിട്ടാ. കഴിച്ചു കൃഷ്ണ, എങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. നമസ്തേ. ആദിത്യന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണെന്ന് ഇവനിപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. തന്നെ കൊണ്ട് അധികം പണികൾ ചെയ്യിക്കണ്ട എന്ന റെക്കമെൻഡുമായിട്ട് വന്നിരിക്കുകയാണ് ഇയാൾ. മാനേജർ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നു മുതൽ തറവാടിനുള്ളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി. എന്താടോ പോരെ? മോനെ ആദി, അപ്പന് പറയാനുള്ളത് പറഞ്ഞു. എടാ, എനിക്ക് അവളായിട്ട് യാതൊരു വിധ ഇതില്ലാന്ന്. അപ്പൊ ആനണിച്ചെന്റെ പാത്രത്തിൽ 8 മുട്ട എങ്ങനെ വന്നു? മുട്ട നിന്റെ പറ്റി പറയുമ്പോ അപ്പനെന്തിനാ ഇവന്റെ അടുത്ത് ചൂടാവണേ? വർമ്മ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എടാ ആദി, വർമ്മ സാറിന് ഒരു സംശയം തോന്നിയതാവാം. നീ അപ്പം പറഞ്ഞ് വിശ്വസിക്കാ. മുട്ട എങ്ങനെ വന്നേ? എന്റെ അമ്മേ, മോനെ ലക്ഷ്മി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിച്ചല്ലോ, മുട്ട സഹിതമല്ലേ പിടിച്ചത്? 2 or 3 ആണോ? 8 മുട്ട. നീ അമ്മയൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പന്റെ പ്രേമം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സ്വന്തം മകനെ ഏർപ്പാടാക്കുന്ന ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു അപ്പൻ ലോകത്തെങ്ങും കാണില്ല. ഇത്രയും പ്രായപൂർത്തിയായ ഒരു അപ്പന് പറ്റിയ പണിയാണോ ഇതൊക്കെ? മോനെ ആദി, നീ എന്നെ ആദി പിടിപ്പിക്കരുത്. എല്ലാം പോട്ടെ, സ്നേഹിച്ച പുരുഷന്റെ കൂടെ സ്വന്തം കുടുംബം വരെ ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ച് എന്റെ അമ്മ ഇതെങ്ങനെ സഹിക്കും? എന്റെ പേടി അതല്ല,
വീട്ടിൽ കാശ് കിട്ടാനുള്ളവർ വരുമ്പോ ലക്ഷ്മി അമ്മ പറയുമായിരുന്നു മരിച്ചു കളയുന്നു. ഇപ്പൊ ഇതും കൂടെ അറിയുമ്പോ ലക്ഷ്മി അമ്മ വല്ല അവിവേകവും. അയ്യോ മുനാലി പീതാംബര, നീ അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നിനക്ക് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാലോ, എനിക്ക് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് പോവാം. കാരണം ഞാൻ അവരുടെ മോനാണല്ലോ. ഞാനിവിടെ കാലുകുത്തിയ അപ്പം മുതൽ നിങ്ങളെല്ലാം കൂടെ എന്നെ ഊമയാക്കില്ലേ. ഇനിയിപ്പൊ ഞാൻ ഉടച്ചിട്ട് എന്ത് പറയാൻ? 8 മുട്ടയും തിന്നിട്ട് എന്നെ പൊട്ടനാക്കുന്നു. അമ്പട പൊട്ടാ. ഇനി ഇച്ചിരി പാട്ട് കേൾക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിമുട്ടയുടെ പോഷക ഗുണങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. ഇനി കോഴിമുട്ട കൊണ്ടുള്ള പലതരം അയ്യോ, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ചേച്ചി. ഞാനൊന്ന് നടുനിവർത്തണമെങ്കിൽ പാതിരാ കഴിയും. കുഴപ്പമില്ല. ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വാടി. പെണ്ണിന്റെ കാര്യം. എന്തോരം ജോലിയാ ചേച്ചി. ബാത്റൂമിന്റെ അടുത്തോടെ ആരോ ഓടി പോകുന്നുണ്ടോ? എവിടെ? അവിടെ ഒന്നും ആരും ഉണ്ടാവില്ല. ഇവക്ക് വെറുതെ തോന്നിയതായിരിക്കും. പേടിപ്പെണ്ണ്. നടക്കങ്ങോട്ട് ചേച്ചി. അത് കഴിഞ്ഞാ കിടന്നോളൂ കേട്ടോ. നടക്ക് നടക്ക. പറയട്ടെ. ഇവിടെ എങ്ങും ആരും ഇല്ലെന്ന്. അങ്ങോട്ട് കുളിച്ചേ. പറയട്ടെ. കുളിക്കണ്ടതാ ഒരു കാര്യം. ലക്ഷ്മി, 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 ഇവിടെ. വർമ്മ സാറ് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി എന്നെ കാണാൻ വരുമെന്ന്. നീയും വർമ്മ സാറും കൂടി എന്നെ വറുത്ത് തിന്നടി. ഞാൻ അപ്പനാ. അപ്പനെന്താ ഇരുട്ടത്ത്? എന്തിയെ പേടിച്ചോ? ഇതല്ലാതെ അപ്പനിങ്ങനെ ഇരുട്ടത്ത് ഒന്ന് പല്ലടിച്ച് കാണിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ട് വരെ പേടിച്ചു പോകൂലേ? ആദ്യേ അമ്മേനെ കാണാൻ അപ്പൻ അടുക്കള വഴിക്ക് ഒരു ശ്രമം നടത്തിയിടാ. എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല അവള്. മറ്റവള് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്റെ മോനെ. ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? അതെ, അവിടെ തന്നെ നിന്നോ. ഞാൻ അമ്മയൊന്ന് ചാക്കിട്ട് നോക്കാം. പിന്നെ ഈ ഇരുട്ടില് ചിരിക്കാതെ നിന്നോളണം. ഇതിലിരുട്ടേതാ അപ്പനേതാ? അത്രയ്ക്ക് കറുപ്പാണല്ലോ അപ്പന്. കറുപ്പ് നിന്റെ അപ്പനാടാ. ഇരുട്ടത്തപ്പ നീയൊക്കെ ഇരുട്ടി തപ്പൂടാ. അപ്പം വല്ല മോനായിരുന്നെങ്കിൽ 2 അടിയെങ്കിലും കൊടുക്കായിരുന്നു. ഇപ്പൊ അതും പറ്റില്ല.